കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ചർച്ചകൾക്ക് വോട്ട് ചെയ്ത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ നമ്മൾ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഈ സദസ്സിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അവர்களാണ്. അദ്ദേഹത്തെ ഞാൻ സംഘാടകർക്ക് വേണ്ടി മുഴുവൻ UDF പ്രവർത്തകർക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതിച്ചു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതിച്ചു. വേദി നിറഞ്ഞ് ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA-മാരും നേതാക്കളും ഉണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിലേക്ക് ഈ പര്യടനം തുടക്കം കുറിക്കുന്ന മലബാർ മണ്ഡലത്തിലെ 7 പഞ്ചായത്തിലും ഇന്ന് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ആര്യാടൻ സൗഖ്യത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചോദിച്ചുകൊണ്ട് വോട്ടർമാരെ കാണുന്ന പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട AP അനിൽകുമാർ MLA സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ, ഏറെ ബഹുമാന്യനായ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം മുതൽ ഇവിടുത്തെ UDF പ്രവർത്തകനെ പോലെ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന, ചുക്കാൻ പിടിക്കുന്ന കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഞാൻ ആരുടെയും പേര് പ്രത്യേകം ഈ സമയ ഒരു വലിയ ഭൂരിപക്ഷം നേടും എന്ന് ഞങ്ങൾ ഉറപ്പാക്കിയതാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, കൂടിയുള്ള വിജയമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ. പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മെ സംബന്ധിച്ചിട്ട് ഒരുപാട് രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്നുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും ധീരമായി നേതൃത്വം കൊടുക്കുന്ന UDF പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ശിലയൊരുക്കാൻ കഠിനമായി പ്രയത്നിക്കുന്ന നമ്മുടെ നേതാവ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ നിർണായകമായ ഈ ദിവസങ്ങളിലേക്ക് നിർണായക പര്യടനവുമായി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് തങ്ങൾ ഇറങ്ങുന്ന ദിവസമാണ് കൂടിയാണ് ഇന്ന്. എനിക്ക് അഭിമാനമുണ്ട്, ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഈ പര്യടനം തീരുമ്പോഴേക്കും നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അതുകൂടെ തീർത്ത് മഹാഭൂരിപക്ഷത്തോട് UDF-നെ വിജയിപ്പിക്കാനുള്ള ഒരു യാത്രയാണ് അഭിമന്യനായ തങ്ങൾ നയിക്കാൻ വേണ്ടി പോകുന്നത്. കേരളം ഒട്ടാകെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതാണ് ഒരു ഭരണമാറ്റം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ UDF കൺവെൻഷനിൽ പറഞ്ഞതുപോലെ ആ ഭരണമാറ്റത്തിന് UDF വന്നേ മതിയാകൂ. LDF-നെ തോൽപ്പിച്ച് ഭരണത്തിൽ വരാൻ കഴിയുന്ന ഒരേ ഒരു മുന്നണി ഐക്യജനാധിപത്യ മുന്നണി മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വോട്ടൊന്നും നമ്മൾ പാഴാക്കേണ്ട കാര്യമില്ല. വേണ്ടി ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ബഹുമാനായ KC, പ്രിയങ്കരനായ തങ്ങളുടെ പര്യടന പരിപാടിയാണ്. ഇവിടെ ഒരു MLA-യെ തെരഞ്ഞെടുത്തു. ആ MLA പറഞ്ഞു ഈ ഗവൺമെന്റിനെ ഒന്നിനും കൊള്ളൂല. എന്നിട്ട് പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് പിന്നെ
വീണ്ടും അതേ ഗവൺമെന്റിലേക്ക് കുറഞ്ഞ കാലത്തേക്ക് ഇനി അവരുടെ തന്നെ ഒരാളെ അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തോളൂ എന്ന് പറയാനാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഈ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. വീണ്ടും അവരാളെ തന്നെ തിരഞ്ഞെടുക്കുക. എന്നാൽ പിന്നെ ഈ 5-8 മാസം കൂടി അവർക്ക് അവരുടെ പ്രതിനിധിയെ നിലനിർത്താൻ കഴിഞ്ഞോ? നിലനിർത്താൻ പോലും പറ്റാത്ത അത്ര വലിയ അവഗണന ജനങ്ങളോടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് MLA രാജിവെച്ചത്. LDF ഇടതുപക്ഷ MLA രാജിവെച്ചത്. മലയോര മേഖലയിലെ വിഷയങ്ങൾ പറ്റൂല എന്നുള്ളത് മന്ത്രി തന്നെ ദിവസം പറഞ്ഞുകൊണ്ട്, അതിന്റെ വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുലി പിടിച്ചാൽ പറയും ഞാനെന്ത് ചെയ്യാനാണ്, ആന ചവിട്ടിയാൽ പറയും ഞാനെന്ത് ചെയ്യാനാണ്. പിന്നെ ഇതിനാണ് ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരാളെ വീണ്ടും എലക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു, അതാണ് തങ്ങൾ ഇറങ്ങിയത്. കാര്യങ്ങളാണുള്ളത്. ഒന്ന് UDF എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യണം. പിന്നെ ഇടയിൽ കുറേ ആളുണ്ട്, അവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നമുക്കും അറിയാം, ഓർക്ക് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ആ വോട്ട് വേസ്റ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJP ഉണ്ട്, കുറേ സ്വതന്ത്രന്മാരുണ്ട്, അതിലിപ്പോ പഴയ MLA ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടാവും. അതുകൊണ്ട് എന്താ കാര്യം? പിന്നെ എലക്ഷൻ സമയത്ത് വന്ന് ഇതുവരെ ഇല്ലാത്ത കുറേ ഇഷ്യൂസ് പച്ച കളവാണ്ട് പറയാണ്. അവരൊരുമിച്ച് കൂടിയിരുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ ഈ നാട്ടിലുണ്ട്. ഞങ്ങൾ പോലെ അങ്ങാടി പോലും കണ്ടിട്ടില്ല, അങ്ങാടിയിൽ വന്ന് പച്ചക്കളവ് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അതുപോലെ തന്നെ പലസ്തീൻ കൂടെ കേസി പറഞ്ഞു. പലസ്തീൻ കാര്യം പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്ര അർഹതയുള്ള ഒരു പാർട്ടിയും ജനിച്ചിട്ടില്ല എന്നുള്ളതറിയാം. മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് പലസ്തീൻകാർക്ക് ചേരിച്ചേര നയവും മറ്റുമൊക്കെ ആയിട്ട് പലസ്തീന് വമ്പിച്ച പിന്തുണ, ഇസ്രായേലിന്റെ അക്രമങ്ങളെ ഏത് കാലത്തും അപലപിച്ച പാർട്ടി, കേന്ദ്ര ഗവൺമെന്റ്, ആർക്കായതൊക്കെ അറിഞ്ഞുകൂടാ. ഇന്ത്യ രാജ്യത്തിന്റെ നയം ലോകോത്തരമായി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇപ്പോൾ കാണുന്ന അതിക്രമങ്ങൾക്ക് ഒക്കെ എതിരായി ഉറക്കെ ശബ്ദിച്ചത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് അതിന് കോൺഗ്രസിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം ഇപ്പൊ വന്നിട്ട് ഇലക്ഷൻ കാലത്ത് വർത്താനം പറയാൻ ആരായാലും അത് അത്ര വരൂല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഭരണമാറ്റത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുള്ള ഏറ്റവും നല്ലൊരു റഫറിങ്ങായി നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കളമൊരുക്കിയവർക്ക് നമുക്ക് നന്ദി പറയാം. ഇടതുപക്ഷ ഗവൺമെൻറ് ഒറ്റ ഓട്ടത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. കുടിശ്ശികയുടെ ഗവൺമെൻറ്റാണ്. ഏത് മേഖലയും കുടിശ്ശികയാണ്. പക്ഷെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, കുടിശ്ശിക. ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. പിന്നെ ഉള്ളത് അതിൻ്റെ ഒപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്നത് വേറൊരു കാര്യമുണ്ട്, കുടിയാണ്. കുടിയും കുടിശ്ശികയുമാണ്. കുടി എന്ന് പറഞ്ഞാൽ മദ്യഷാപ്പുകൾ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു, മദ്യഷാപ്പുകൾ ഇവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുടിയും കുടിശ്ശികയുടെയും ഒരു ഗവൺമെൻറ്റായി ഇടതുപക്ഷം മുന്നണി മാറിയിരിക്കുകയാണ്. അതിനെ തിരുത്താനുള്ള ഒരു നല്ല അവസരമാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ടവരെ, കുടിയും കുടിശ്ശികയുമായി മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ വമ്പിച്ച വോട്ടുകളുടെ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി